ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഓണ വിഭവങ്ങളിൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓലനാണ്. ഇപ്പോൾ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഓലൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ ഓലൻ ഉണ്ടാക്കാനായി നമുക്ക് കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇവിടെ ഒരു കുമ്പളങ്ങയുടെ ഒരു പകുതി പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് തോരി കളഞ്ഞ് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചിലർ മത്തങ്ങ ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ കുമ്പളങ്ങ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്കിത് നല്ലപോലെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തു, കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഓലൻ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഈ പയറാണ്. ഈ പെരുംപയർ എന്ന് പറയും. ഈ റെഡ് കളറിലുള്ള ഈ പയർ ഇത് ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂറായി വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കണം. ഇത് മാത്രം ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പയർ, അതും കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഈ പയർ നിർബന്ധമില്ല, മറ്റേ പയർ നമുക്ക് മതിയാകും. ഞാനിവിടെ ചേർക്കുന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക്. ഇത് അത്ര എരിവായിട്ടുള്ള ഒരു കറിയല്ല. പച്ചമുളക് ഒരു 2 എണ്ണം മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഈ ഒരു തേങ്ങാപ്പാലാണ്. അതിവിടെ ആദ്യം ഞാൻ തിക്കായി ഒരു പാല് എടുത്ത് മാറ്റി വെച്ചു. ഇത് നമുക്ക് അവസാനം ചേർക്കാനാണ്. ഇത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ലൂസാക്കി എടുത്ത ഒരു പാലാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് എടുക്കാം. കുക്കർ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും ഗ്യാസിൻ്റെ എഫിഷ്യൻസിയും പോലിരിക്കും. ഞാനൊരു 2-3 വിസിൽ വരത്തക്കവണ്ണം വയ്ക്കും. നമുക്ക് പയർ നന്നായി വെന്ത് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നമുക്കിതിനി ഇപ്പോൾ ഇവിടെ കുക്കറിൻ്റെ അടപ്പൊക്കെ എടുത്തു. ഇതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. കാരണം നമ്മൾ ഇലയിൽ വിളമ്പുന്നതുകൊണ്ട് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്കിതിനെ കുറച്ച് സമയം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് സമയം ഇട്ടിരുന്നു. കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെന്ത് പോയി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ നമ്മുടെ ഓലൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെയാണ്. ഇതിപ്പോൾ ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. ഇനി നിങ്ങൾക്കിനി കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഇട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഈ തേങ്ങാപ്പാലാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അധികം തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാകും. ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി ആയാലും ഈ തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില, പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. തീ ഇപ്പോൾ വളരെ ലോയിലാണ്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഓലനാണ്. ഒട്ടും എരിവില്ലാത്ത, എന്നാൽ നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഓലൻ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞു.